ഹലോ, വെൽക്കം. ഞാനുണ്ടല്ലോ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്തതിന് ശേഷം വീണ്ടും മുറ്റടിക്കുകയായിരുന്നു. പക്ഷേ അത് പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ആക്ച്വലി ഞാൻ ഈ പണിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് വീട് തൂക്കാൻ ഇഷ്ടമല്ലായിരുന്നു, തുടയ്ക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ബിഫോർ മാരേജ് ഉണ്ടല്ലോ, ഞാൻ തുണിയൊക്കെ കഴുകി വിട്ട തുണിയൊക്കെ ബെഡിൽ കൊണ്ടിട്ടാൽ ഞാൻ അതൊന്നും മടക്കി വെക്കത്തില്ലായിരുന്നു. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പുറത്ത് തന്നെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. അത്രയ്ക്ക് മടി പിടിച്ചിരിക്കുമായിരുന്നു. പിന്നീട് ആഫ്റ്റർ മാരേജ് അതിനൊരു മാറ്റം ഉണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി വെക്കുമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് തൂക്കാൻ ഇഷ്ടമല്ലായിരുന്നു, തുടയ്ക്കാൻ ഇഷ്ടമല്ലായിരുന്നു, ഒരു ജോലിയും ചെയ്യാൻ എനിക്കിഷ്ടമല്ലായിരുന്നു. എപ്പോഴും മടി പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ച് വെറുതെ ഇരിക്കാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ ഞാൻ താങ്ക്സ് ടു യൂട്യൂബാണ്. കാരണം യൂട്യൂബിൽ വീഡിയോസ് കണ്ട് എനിക്ക് തോന്നി ഞാൻ എന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം വീട്ടിൽ എന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ അതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഉണ്ടല്ലോ, ദേ ഈ ഒരു മാവ് കണ്ടോ. ആക്ച്വലി ഈ മാവ് ഒരു മുത്തശ്ശി പ്ലാവാണ്, ചെറിയൊരു മുത്തശ്ശി പ്ലാവാണ്. ഈ പ്ലാവാണ് ഇവിടെ ഇഷ്ടം പോലെ ജോലി ഉണ്ടാക്കി തരുന്നത്. ഒരുപാട് കരിയിലൊക്കെ ഉണ്ട് കേട്ടോ, ചപ്പ് ചവറും ഒക്കെ ഈ പ്ലാവിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. പ്ലാവല്ല കേട്ടോ, പ്ലാവിൽ നിന്നാണ് നമുക്കൊന്നുണ്ടാകുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാനിതെല്ലാം തൂത്തുകൂട്ടി തീ ഇടാനൊക്കെ പോയിട്ട്, ഞാൻ ആക്ച്വലി തീ ഒന്നും ഇടത്തില്ലായിരുന്നു. പക്ഷേ ഈ തീയൊക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ കൊള്ളാം, എന്തായാലും കൊള്ളാം, ഈ പരിപാടി കൊള്ളാം, എനിക്കിഷ്ടമായി. ഇപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തീയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. ചായ കുടിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നും. അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒരു സന്തോഷമാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. താങ്ക് യു, ചാച്ചാ, ബൈ, സീ യു.